ഭാരതമണ്ണിൽ ആദ്യമായി വാഴ്ത്തപ്പെട്ടവൾ പ്രഖ്യാപനം നടന്നത് കോട്ടയത്ത് വിശുദ്ധ അൽഫോൺസമ്മയുടേതാണ്. ഇന്ത്യയുടെ ചെറുപുഷ്പം എന്നാണ് അവൾ വിളിക്കപ്പെടുക. തൻ്റെ കൊച്ചു കൊച്ചു സഹനങ്ങളെ പുഷ്പങ്ങളാക്കി ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചവൾ. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടി ചെയ്ത് ദൈവത്തിന് വിലയേറിയ സമ്മാനങ്ങൾ ഒരുക്കിയവൾ. ഭരണകാലത്ത് നോവിസായിരുന്ന കാലത്ത് എല്ലാ കൊല്ലവും ക്രിസ്മസിന് ഒരുങ്ങുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ആ കൊല്ലം അവൾ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. ഒരുക്കത്തിനിടയിൽ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മരത്തിൻ്റെ പുൽക്കൂട് താഴെ വീണ് ഉടഞ്ഞുപോയി. ഉണ്ണീശോയുടെ രൂപവും പൊട്ടി. ആകെ സങ്കടത്തിലായി. അൽഫോൺസമ്മ മദറിനോട് അനുവാദം ചോദിച്ച് അത് പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു. തോട്ടത്തിൽ നിന്ന് വൈക്കോലും ചെളിയും മരങ്ങളുമൊക്കെ ശേഖരിച്ച് പുൽക്കൂട് വളരെ മനോഹരമായിട്ട് പുനരുദ്ധരിച്ചു. അവൾ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. ഓരോ കൊച്ചു കൊച്ചു പ്രവൃത്തികളും അവൾക്ക് വളരെ ഭാരമുള്ളതായിരുന്നു. എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി, ഒരിക്കൽ പോലും ദുഃഖഭാവം കാണിക്കാതെ അവൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പ്രവൃത്തി പൂർത്തിയാക്കുക. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ അന്ന് എല്ലാവരും പള്ളിയിലേക്ക് വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പുൽക്കൂടായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. തൻ്റെ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അൽഫോൺസമ്മയെക്കുറിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞിരുന്നത് എപ്പോഴും പുഞ്ചിരിക്കുന്നൊരു മുഖം, സന്തോഷത്തോടു കൂടി ചെയ്യുന്നവൾ, പരാതി പറയാതെ, പരിഭവങ്ങളില്ലാതെ, എന്ത് വേദനകൾ സഹിച്ചാലും സന്തോഷത്തോടു കൂടി സൗമ്യമായി ക്രിസ്തുവിന് വേണ്ടി എല്ലാം ചെയ്തിരുന്നവൾ. അവളുടെ ജീവിതവും ക്രിസ്തുമസും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് അത് മാത്രമാണ്. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ പുഷ്പങ്ങളാക്കി മാറ്റുക, സന്തോഷത്തോടു കൂടി ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിലയേറിയതാണ്.